ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് ഉലർത്തിയത് അഥവാ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അതിനായി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും വെള്ളവും വിനീഗറും ഒഴിച്ച് പല പ്രാവശ്യം കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാം ഒന്ന് കുക്കറിലിട്ട് വേവിച്ച ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് കുക്കറിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 കപ്പ് ചൂടുവെള്ളം. ഇറച്ചി വേവിക്കുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇത്രയും വെള്ളം നമുക്ക് മതിയാവും. നല്ലപോലെ ഇളക്കിയ ശേഷം കുക്കർ ഹൈ ഫ്ലെയിമിൽ 1 വിസിലിന് വെക്കണം. പിന്നീട് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അതിനിടയ്ക്ക് 5ഓ 6ഓ വിസിൽ വീണ്ടും വരും. നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. കുക്കറിലെ പ്രഷർ എല്ലാം പോയ ശേഷം നമുക്കതിനെ തുറന്നു നോക്കാം. ഇതിലിപ്പോൾ കുറച്ചധികം വെള്ളമുണ്ട്. ഇതെല്ലാം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളമെല്ലാം വറ്റി കുറുകി വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 3 വറ്റൽമുളക്, 5 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ബീഫ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങ കടിക്കുന്നത് അതിന്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടും. ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് ചെറിയുള്ളി ചെറുതായി മുറിച്ചത് കൂടി ഇട്ട് ചുവക്കെ വറുത്തെടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് വരുള്ളൂ. ഇതാ കണ്ടില്ലേ ചെറിയുള്ളിയുടെ കളറ്. ഫ്ലെയിം നല്ലപോലെ ലോ ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് റോസ്റ്റ് ചെയ്തെടുക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലപോലെ വേവണം. നിങ്ങൾക്ക് ഈ പാകം മതിയെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. കൂടുതൽ റോസ്റ്റ് ചെയ്യണമെങ്കിൽ അതുമാവാം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. കാണുമ്പോഴേ അറിയണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന. ഞാൻ കുറച്ചുകൂടി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാണ് വെക്കുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ തരുതരുപ്പായി പൊടിച്ച കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഉപയോഗിച്ച എല്ലാ മസാലപ്പൊടികളും സ്പൂണിൽ കുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് ഹീപ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പം ഉപ്പും മുളകൊന്നും ഒട്ടും കൂടുതലല്ല. നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. കഴിക്കാൻ പോകുമ്പോൾ തുറന്നെടുക്കാം. ബീഫ് ഉലർത്തിയത് നല്ല പാകമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉച്ചയൂണിനാണ് ഇത് എടുക്കാൻ പോകുന്നത്. ഇതിനെ ഒരു പ്ലേറ്റിലേക്കിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാം. കാശ്മീരി ചില്ലി ഇട്ടതുകൊണ്ട് അടിപൊളി കളറാണ് കിട്ടിയിട്ടുള്ളത്. വൈകിട്ട് ചായക്ക് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊപ്പം കഴിക്കാം. രാത്രി പൊറോട്ട വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പവും ഇത് കഴിക്കാം. ഡിന്നറിന് കുറച്ചെടുത്ത് അതിലൊരൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് പൊറോട്ടയ്ക്ക് ഗ്രേവി ആക്കി ബാക്കിയുള്ളതിനെ ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് ഒരൽപ്പം കൂടി കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തു. ഒരു കറി വെച്ച് ഇപ്പൊ 3 ടൈപ്പ് കറിയായി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.